third continuous session, but after this session, I will not be here for some 1 week. That's why. Anyway, you should just listen to this session also, because in exam the welded connections are having its importance. Okay, so usually they ask bolted connections, but welded connections are also being asked. Previous question paper നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. So ഞാൻ previous questions നിങ്ങൾക്ക് share ചെയ്തു തരാം. Today or the coming day, I will share the previous questions so that you can check whether you can solve the problems or not. So if you are not capable of solving, just inform me. That's all. So for now, let's discuss butt jointed welded connections. So butt jointed welded. Here we call it as groove weld also. Groove weld also. So what? Why we are calling it as groove weld? So here, if these two are the individual plates, here, in order to make it fit, we have to keep them together. And if you provide some groove mechanism, just like this, if you provide it like this, it will be better. Here, it will have more grip. So we have to provide grooves on the individual plates, and based on the groove, we can classify. Based on the shape of the groove, it can be in the shape of the letter J. Okay, like J, you can provide the groove. Okay, like V, you can provide like V. You can also provide like U, letter U, in this way. So this is what written in the code 816. അല്ലേ, നമ്മൾ അതിൽ VUJ എന്നൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതാണ് അല്ലേ. അത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് പാർഷ്യലായിട്ട് ചെയ്യാം അല്ലേ. ഇങ്ങനെയുള്ളതിൽ ഹാഫ് പോർഷനിൽ മാത്രം V ഇങ്ങനെ കൊടുക്കാം അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫുൾ പോർഷനിൽ ഇങ്ങനെ ഫുൾ V ആയിട്ടും കൊടുക്കാം അല്ലെ. ഈ രണ്ട് രീതിയിലും ചെയ്യാം. സോ നമുക്കിവിടെ വെൽഡിന്റെ കേസിലും അങ്ങനെയുണ്ട് അല്ലേ. സോ വെൽഡ് ക്യാൻ ബി പാർഷ്യൽ penetration or full penetration. Just before 10 minutes we have seen in 816. Like 816 ഈ രണ്ട് ടേംസ് കണ്ടിട്ടുണ്ട്. എന്താണ് പാർഷ്യൽ പെനിട്രേഷൻ, എന്താണ് ഫുൾ പെനിട്രേഷൻ. So if you observe the word partial penetration, here you can see the weld is getting penetrated partially up to this much only. Okay, so this is partial penetration. And what about full penetration? Here the penetration occurs fully like this. So that is a difference. മനസ്സിലായല്ലോ, ഒന്ന് പാർഷ്യൽ പെനിട്രേഷൻ, ഒന്ന് ഫുൾ പെനിട്രേഷൻ. സോ രണ്ടിനും ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. രണ്ടിന്റെ കേസിലും ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇവിടെ നമ്മൾ ത്രോട്ട് തിക്നെസ്സിനെ TE എന്നാണ് വിളിക്കുക അല്ലേ. ബട്ട് വെൽഡിന്റെ കേസിൽ TE എന്നാണ് വിളിക്കുക. സോ ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പാർഷ്യൽ പെനിട്രേഷന്റെ കേസിൽ അവിടെ എന്ത് തന്നെയാണ്, T തന്നെയാണ് അല്ലേ. അങ്ങനെയല്ല അതിൽ എഴുതിയിട്ടുള്ളത്. സോ ജസ്റ്റ് നോക്കുക, പാർഷ്യലി പെനിട്രേറ്റഡ് ബട്ട് വെൽഡ് ഓർ ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ. സോ ഇൻകംപ്ലീറ്റ് പെനിട്രേഷന് T അല്ല 7/8T അല്ലേ. സോറി, T അല്ല, Tന്റെ കേസിൽ ഇറ്റ് ക്യാൻ ബി 7/8T ഓർ 5/8T അല്ലേ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഈ പാർഷ്യലി പെനിട്രേറ്റഡ് കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ എന്താണ് T എന്ന് പറയുന്നത്? T is the thickness of the thinnest plate. അത് നമുക്കറിയാം അല്ലേ. ഈ 7/8Tയും 5/8Tയും ഉപയോഗിക്കുന്നത് ഏതെല്ലാം സിറ്റുവേഷൻസിലാണ്? നമ്മൾ 7/8T യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് കാൽക്കുലേഷൻ പ്രോബ്ലംസിലാണ് അല്ലേ. സ്ട്രെസ് കാൽക്കുലേഷനിലെ ഡിസൈൻ പ്രോബ്ലംസിൽ അല്ല. ഇത് നമ്മൾ ഡിസൈൻ പ്രോബ്ലത്തിലാണ് യൂസ് ചെയ്യുക അല്ലെ. ഡിസൈൻ
ഡിസൈൻ പ്രോബ്ലത്തിൽ. ഇതാണെങ്കിലോ സ്ട്രെസ് കാൽക്കുലേഷൻ പ്രോബ്ലംസ്. മാറിപ്പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ആ കോഡിലുണ്ട്, നിങ്ങളൊന്ന് നോക്കാം അല്ലേ. 816. സോ അതാണ് ഡിഫറൻസ്. അത് പാർഷ്യൽ പെനിട്രേഷന്റെ കേസിൽ അല്ലേ. ഇനി ഫുള്ളി പെനിട്രേറ്റഡ് ആണെങ്കിലോ, ഫുള്ളി പെനിട്രേറ്റഡ് ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ടി നമ്മൾ ആ ടി വാല്യൂ ഡയറക്റ്റ് അങ്ങ് എടുത്താൽ മതി, മനസ്സിലായില്ലേ. സോ നമ്മുടെ തിക്നെസ് ഓഫ് ദ തിന്നസ്റ്റ് പ്ലേറ്റ് ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് കിട്ടും. ഇൻ ദ കേസ് ഓഫ് ബട്ട് വെൽഡ്, മനസ്സിലായില്ലേ. സോ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ജസ്റ്റ് പ്രോബ്ലം ചെയ്യുന്നതിന് നമുക്ക് ഫില്ലറ്റ് വെൽഡ് എന്താണെന്ന് കൂടെ ഒന്ന് പറഞ്ഞു പോകാം, മനസ്സിലായില്ലേ. സോ ഐ ഹോപ്പ് ദ കൺസെപ്റ്റ് ഓഫ് ബട്ട് ജോയിന്റ് ഇസ് ക്ലിയർ. സോ എന്താണ് ഡിഫറൻസ് ഇൻ ബട്ട് ജോയിന്റ്? യു ക്യാൻ സീ ലൈക്ക് ദിസ് അല്ലെ. എന്താണ് ഞാനിവിടെ വരച്ചത്? ഐ ഹാവ് ഡ്രോൺ ദ ആക്സസ് ഓഫ് ദ മെയിൻ പ്ലേറ്റ് അല്ലെ. ഇഫ് ദ axis of individual main plates are in the same straight line, if the axis of the individual main plates are in the same straight line, then that type of joint is known as butt joint അല്ലേ. ബട്ട് വെൽഡിങ്ങിന്റെ കേസിലും നമ്മൾ സെയിം സ്ട്രേറ്റ് ലൈനിലാണ് രണ്ട് ആക്സസും കിടക്കുന്നെങ്കിൽ അതിനെ ബട്ട് വെൽഡിംഗ് എന്ന് വിളിക്കാം അല്ലേ. ഇനി ഫില്ലറ്റ് വെൽഡ് ആണെങ്കിലോ, ഫില്ലറ്റ് വെൽഡിൽ ഇങ്ങനെയാണ് വരിക അല്ലെ. നമ്മൾ ലാബ് ജോയിന്റ് പഠിച്ച പോലെ ഇങ്ങനെയാണ് വരിക. സോ ഇവിടെ മുകളിലത്തെ ആക്സിസ് ഇങ്ങനെ, താഴത്തെ ആക്സിസ് ഇങ്ങനെ, രണ്ട് ലൈനിലാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇതിനെ ഫില്ലറ്റ് വെൽഡ് എന്ന് വിളിക്കാം അല്ലേ. സോ ബട്ട് വെൽഡിന്റെ കേസിൽ നമ്മൾ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസിന്റെ കേസിലാണ് ഞാനിത് പറഞ്ഞത് അല്ലെ. ത്രോട്ട് തിക്നെസ് എന്താണെന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത് ബട്ട് വെൽഡിന്റെ കേസിൽ ഇങ്ങനെയാണ് വരിക അല്ലെ. നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന തിക്നെസ് അല്ലെ, മാക്സിമം തിക്നെസ് എവിടെയാണോ വരുന്നത് അതാണ് ത്രോട്ട് തിക്നെസ്. അതിൽ അത്രേ പറയാനുള്ളൂ അല്ലെ. സോ അതിന് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അതിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ മാക്സിമം ലോഡ് ക്യാരിഡ് ബൈ ദ ജംഗ്ഷൻ എങ്ങനെ എഴുതാം? ഞാൻ നേരത്തെ എഴുതി അല്ലെ, എഫക്റ്റീവ് ഏരിയ ഇൻറ്റു സ്ട്രെസ് അല്ലെ. എഫക്റ്റീവ് ഏരിയനെ എനിക്ക് എങ്ങനെ എഴുതാം? LW ഇൻറ്റു ടി എന്ന് എഴുതാം അല്ലെ. where LW is the length of the weld, LW is the length of the weld and T is the effective throat thickness അല്ലെ. ഈ ടി എന്താണെന്നാണ് ഞാൻ തൊട്ട് മുമ്പേ ഇവിടെ എഴുതി കാണിച്ചത് അല്ലെ. അങ്ങനെ നമ്മൾ ടി കണ്ടുപിടിച്ചിട്ട് ആ ടിന് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. LW ഇൻറ്റു ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. LW ഇൻറ്റു ടി ഇൻറ്റു എന്ത് ചെയ്യണം, ഇൻറ്റു സ്ട്രെസ് അല്ലെ. നമ്മളടുത്ത സ്ട്രെസ് വാല്യൂ നമ്മൾ ജസ്റ്റ് ഇവിടെ മാക്സിമം സ്ട്രെസ് എന്ന് എഴുതിയാൽ മതി. നമ്മൾ ബട്ട് വെൽഡിന്റെ കേസ് LW ടി ഇൻറ്റു FI അല്ലെ. FI ഓഫ് ദ വെൽഡ്, yield strength ഓഫ് ദ വെൽഡ് എന്നാണ് എഴുതുക, ഡിവൈഡഡ് ബൈ ഗാമ MW അല്ലെ. FI yield strength ഓഫ് ദ വെൽഡ് ഡിവൈഡഡ് ബൈ ഗാമ MW, അല്ലെങ്കിൽ സ്ട്രെസ് ഓഫ് ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ വെൽഡ്, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വെൽഡ് മെറ്റൽ ആണെങ്കിലും പാരന്റ് മെറ്റൽ ആണെങ്കിലും രണ്ടും സെയിം മെറ്റൽ ആണ് അല്ലെ. രണ്ടും സെയിം മെറ്റൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ FIW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും, FI തന്നെ ആയിരിക്കും അല്ലെ. നമ്മൾ FIB എന്ന് എഴുതുന്ന പോലെ FIW എന്ന് സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. FI തന്നെ എഴുതിയാലും മതി. കാരണം എന്താ, രണ്ട് മെറ്റലും സെയിം ആയിട്ടാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് അല്ലേ. സോ എനിക്കിവിടെ FI എന്ന് എഴുതിയാലും തെറ്റില്ല. സോ എനിക്കിവിടെ FI എന്ന് എഴുതി കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ ഗാമ MW. അതിൽ ഗാമ MWന്റെ കേസിൽ ഒരു വ്യത്യാസം വരുന്നത്, നിങ്ങൾ ആ നേരത്തെ കണ്ട ടേബിൾ നോക്കുക അല്ലെ. ആ പേജ് 30 ടേബിൾ 5 നോക്കുക. ഇവിടെ ഗാമ MWന് രണ്ട് വാല്യൂസ് കാണാൻ വേണ്ടി പറ്റും അല്ലെ. 1.5 കാണാം, 1.25 കാണാം അല്ലേ. ഈ 1.5 എന്ന് പറയുന്നത് ഫീൽഡ് വെൽഡ് ആണ്, ഫീൽഡ് വെൽഡ്. 1.25 ആണെങ്കിലോ അത് ഷോപ്പ് വെൽഡ്. സോ എന്താണ് ഡിഫറൻസ്? നമ്മൾ ഷോപ്പിൽ വെച്ചിട്ട് നമ്മുടെ ഐഡിയൽ കണ്ടീഷനിൽ വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.25 കൊടുത്താൽ മതി അല്ലെ. ഇനി ഫീൽഡിൽ പോയിട്ട് അവിടെ എത്തിയിട്ട് ആണ് വെൽഡ് ചെയ്യുന്നതെങ്കിലോ അവിടെ 1.5 കൊടുക്കണം. കാരണം അവിടെ കുറച്ചുകൂടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂട്ടേണ്ടി വരും, മനസ്സിലായില്ലേ. സോ ഇത് ഫീൽഡ് കണ്ടീഷനാണ്, ഇത് ഷോപ്പ് കണ്ടീഷനാണ്. ഇനി ക്വസ്റ്റിൽ നിങ്ങൾക്ക് ഫീൽഡ് കണ്ടീഷൻ ഷോപ്പ് കണ്ടീഷൻ ഒന്നും ഒരിക്കലും തരാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് 1.25 എടുത്ത് ചെയ്താൽ മതി. ഷോപ്പ് വെൽഡിങ് അസ്യൂം ചെയ്താൽ മതി, മനസ്സിലായില്ലേ. ഇനി ഫീൽഡ് വെൽഡിങ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, സൈഡിൽ എഴുതി വെച്ചാൽ മതി അല്ലേ. ഗാമ MW ആ പേജ് നമ്പർ ടേബിൾ നമ്പർ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, അസ്യൂമിങ് ദ സിറ്റുവേഷൻ ഈസ് ഷോപ്പ് വെൽഡിങ് അല്ലെ, അല്ലെങ്കിൽ അസ്യൂമിങ് ദ സിറ്റുവേഷൻ ആസ് ഫീൽഡ് വെൽഡിങ് എന്ന് ഒരു സെന്റൻസ് എഴുതി ചേർത്താൽ മതി. എങ്ങനെ വേണമെങ്കിലും എഴുതാം, കുഴപ്പമില്ല അല്ലേ. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ കാരണം എന്താണ്, നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെ. നമുക്കിവിടെ ടെൻസൈൽ സ്ട്രെസ് ആണ് വരുന്നത്. ടെൻസൈൽ സ്ട്രെസിന്റെ മാക്സിമം ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എങ്ങനെ വരിക, അല്ലെങ്കിൽ മാക്സിമം ടെൻഷൻ ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ബൈ ദ ജംഗ്ഷൻ എന്താണ്, ടെൻസൈൽ ഏരിയ ഇൻറ്റു ടെൻസൈൽ സ്ട്രെസ് അല്ലെ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ അത് ടെൻഷൻ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. സോ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു പ്രോബ്ലം ഞാൻ ചെയ്യാം,
പ്രോബ്ലം ചെയ്യാൻ ജസ്റ്റ് മുമ്പ് ഒന്ന് ഫില്ലറ്റ് വെൽഡ് കൂടെ പറഞ്ഞു പോകാം അല്ലേ. സോ ഈ കണ്ടീഷൻ മനസ്സിലായിട്ടുണ്ട്. ഗാമ MWയിലാണ് ഡൗട്ട് വരാനുള്ളത്. വേറെ FI വാല്യൂ ഓഫ് ദ വെൽഡ് മെറ്റൽ ആൻഡ് പാരാമെറ്റൽ ആർ ദ സെയിം. ദാറ്റ് ഇസ് വൈ FIW can directly be written as FI അല്ലെ. LW എന്താണ്? ലെങ്ത് ഓഫ് വെൽഡ്. ലെങ്ത് ഓഫ് വെൽഡ് അല്ല, എഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ്. എഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ആ എഫക്റ്റീവ് ലെങ്ത് ഉദ്ദേശിക്കുന്നൊന്നുമില്ല, നമ്മൾ ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ്. അതിന്റെ കേസിൽ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തു അല്ലെ. ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് അത് കണക്ട് ചെയ്തു. ഒന്നിന്റെ മുകളിൽ മറ്റൊന്ന് വെച്ചു. മനസ്സിലായില്ലേ? സോ വൺസ് ഐ ആം വെൽഡിങ്, ഐ ക്യാൻ വെൽഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ വെൽഡ് ചെയ്യാം അല്ലെ, ചുറ്റിനും വെൽഡ് ചെയ്യാം. ഇത് ഫില്ലറ്റ് വെൽഡ് ആണ്. സോ ഇനി ഞാൻ ബട്ട് വെൽഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങനെ ചെയ്യാം അല്ലെ. സോ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് എൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് വിളിക്കുന്നത് അല്ലെ, LW എന്ന് വിളിക്കുന്നത്. അതൊക്കെ അല്ലേ. സോ ഇവിടെ ടെൻഷൻ ആക്ട് ചെയ്യും. നമുക്ക് ടോട്ടൽ ലെങ്ത്തിനെ LW ഡയറക്റ്റ് എടുക്കാം. ഫില്ലറ്റ് വെൽഡിന്റെ കേസിൽ LW വരുമ്പോൾ നമ്മൾ ഫില്ലറ്റ് വെൽഡിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ LW എന്താണെന്ന് പറയാം. ഇനി അതുപോലെ നമുക്ക് ഓക്കെ, ത്രോട്ട് തിക്നെസ് മറ്റൊരു കണ്ടീഷനും കൂടി തരുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി നമ്മുടെ LW ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4S എന്നുള്ള ഒരു കണ്ടീഷൻ കൂടെ തരുന്നുണ്ട്. അത് കോഡിൽ പറയുന്നുണ്ട്. നിങ്ങൾ കോഡ് ബുക്ക് നോക്കാം, അതിൽ പേജ് 78 നോക്കാം. അതിൽ 10.5.4.2 നോക്കുക. അല്ലേ, എഫക്റ്റീവ് ലെങ്ത്തിന്റെ ഡെഫിനിഷൻ ആണ്. എഫക്റ്റീവ് ലെങ്ത്തും അതുപോലെ എഫക്റ്റീവ് ഏരിയ ഓഫ് ദ വെൽഡ് തരുന്നുണ്ട്. നോക്കുക 10.5.4 അല്ലെ. 10.5.4 2 നോക്കുക. എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ ബട്ട് വെൽഡ് അല്ലെ. ബട്ട് വെൽഡിന്റെ കേസിൽ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് 800 സംസാരിക്കുന്നത് അല്ലെ. അതിൽ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ. എഫക്റ്റീവ് ലെങ്ത് ഓഫ് ബട്ട് വെൽഡ് ഷാൽ ബി ടേക്കൺ ആസ് ലെങ്ത് ഓഫ് കണ്ടിന്യൂസ് ഫുൾ സൈസ് ഓഫ് വെൽഡ് ബട്ട് നോട്ട് ലെസ് ദാൻ 4 times ദ സൈസ് ഓഫ് ദ വെൽഡ് അല്ലെ. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4 times ദ സൈസ് ഓഫ് ദ വെൽഡ്. സൈസ് ഓഫ് ദ വെൽഡ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വരച്ച് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? സൈസ് ഓഫ് ദ വെൽഡും ത്രോട്ട് തിക്നെസ്സും അതുപോലെ എഫക്റ്റീവ് ലെങ്ത്തും എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്സും എല്ലാം ഫിഗറിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഓർമ്മിക്കാം, 4 times ദ സൈസിനേക്കാൾ കൂടുതലായിരിക്കണം എഫക്റ്റീവ് ലെങ്ത്. മനസ്സിലായില്ലേ? അതായത് സൈസിന്റെ 4 മടങ്ങിനേക്കാൾ കൂടുതലായിരിക്കണം അതിന്റെ എഫക്റ്റീവ് ലെങ്ത്. ഈ കാണുന്ന എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ സൈസിനേക്കാൾ 4 മടങ്ങ് കൂടുതലായിരിക്കണം. ബട്ട് വെൽഡിന്റെ കേസിൽ ആ 10.5.4.2 നോക്കുക. 10.5.4.2 അതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, പേജ് 78 ലൊക്കേറ്റ് ചെയ്തല്ലേ. ജയറാം കണ്ടില്ലേ? ഇറ്റ് ഷുഡ് ബി LW ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4S. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡിസൈൻ ചെയ്യുമ്പോൾ. മനസ്സിലായില്ലേ? സോ ഇനി ഫില്ലറ്റ് വെൽഡിലേക്ക് വരുമ്പോൾ അല്ലേ, ആ കൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓൺലി 19 സ്റ്റുഡൻസ് ആർ ദർ. എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ് ആണിത്. അത് എന്താണെന്ന് മനസ്സിലാക്കാതെ വെറുതെ പ്രോബ്ലം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യുന്ന പ്രോബ്ലം മനസ്സിലാവും, ചോദിച്ച പ്രോബ്ലം ചെയ്യാൻ പറ്റൂല. അതാണ് പൊതുവെ ഡിസൈൻ സബ്ജക്റ്റുകളുടെ കുഴപ്പം. എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് മനസ്സിലായാലും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ ഒരേ പ്രോബ്ലം എന്തായാലും റിപ്പീറ്റ് ചെയ്യില്ല, എന്തായാലും വേരിയസ് പ്രോബ്ലംസ് മാറി മാറി ചോദിക്കലാണ് ഇതിൽ പതിവ്. ഓക്കെ, ഫില്ലറ്റ് വെൽഡിന്റെ കേസിൽ ഇൻ ഫില്ലറ്റ് വെൽഡ് I can draw it by taking the weld angle as 90 degree അല്ലേ. 90 degree ആംഗിൾ വരുന്ന രീതിയിൽ ഇത് വരക്കാം. So here the weld occurs like this. വെൽഡിങ് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? സോ ഇങ്ങനെ വരുമ്പോൾ in this situation in effect I will have this much portion. ഓക്കെ, എനിക്ക് ഇൻ എഫക്റ്റ് ഇത്രയും പോർഷൻ ആണ് വരിക. മനസ്സിലായില്ലേ? സോ ഇവിടെ എനിക്ക് ഇവിടെയും 45 ഡിഗ്രി, ഇവിടെയും 45 ഡിഗ്രി. ഇതാണ് സാധാരണ കണ്ടീഷൻ. ഇങ്ങനെ അല്ലാതെയും വരും. മനസ്സിലായില്ലേ? സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇവിടെ 90 ഡിഗ്രി അല്ലേ. സോ ഇതിനാണ് ഞാൻ സൈസ് ഓഫ് ദ വെൽഡ് എന്ന് വിളിക്കുന്നത്. ഇൻ കേസ് ഓഫ് ഫില്ലറ്റ് വെൽഡ് the size of the weld is taken like this. മനസ്സിലായില്ലേ? S. ഇതിനാണ് നമ്മൾ നേരത്തെ LW should be greater than 4S എന്ന് എഴുതിയത് അല്ലെ. അതിൽ S എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ വെൽഡ് ഇതാണ്. ഇനി നമ്മൾ ഇതിനെ നമ്മൾ റൂട്ട് ഓഫ് ദ വെൽഡ് എന്നാണ് വിളിക്കുക. റൂട്ട് ഓഫ് ദ വെൽഡ്. അതുപോലെ ഇതിനെ നമ്മൾ ടോ ഓഫ് ദ വെൽഡ് എന്നാണ് വിളിക്കുക. ടോ അല്ലെ, ഇതും ഒരു ടോ ആണ്, ഇതും ഒരു ടോ ആണ് അല്ലെ. ടോ ഓഫ് ദ വെൽഡ് അല്ലെ. രണ്ട് ടോ തമ്മിലുള്ള ഡിസ്റ്റൻസ്
അതിനാണ് നമ്മൾ വെൽഡിന്റെ ഫേസ് എന്ന് വിളിക്കുക, ഫേസ് ഓഫ് ദ വെൽഡ്. സോ ഈ കാണുന്ന ഈ ലെങ്ത് ആണ് ഫേസ് ഓഫ് ദ വെൽഡ് എന്ന് വിളിക്കുക. നമ്മൾ എക്സ്പോസ് ചെയ്തിട്ട് പുറമേ കാണുന്ന പോർഷനാണ് വെൽഡിന്റെ ഫേസ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഞാനൊരു ലൈൻ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ത്രോട്ട്. ഈ കാണുന്ന ലൈൻ ഇതാണ് ഇവിടുത്തെ ടി ഇ. ഇവിടുത്തെ ടി ഇനെ നമ്മൾ ടി ടി എന്നാണ് വിളിക്കുക. മനസ്സിലായില്ലേ? ഇവിടുത്തെ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്സിനെ നമ്മൾ ടി ടി എന്നാണ് വിളിക്കുക ഫില്ലറ്റ് വെൽഡിന്റെ കേസിൽ. സോ ഇതിനെ ഞാൻ ടി ടി എന്ന് എഴുതാം. സോ ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ റൂട്ട് ഓഫ് ദ വെൽഡ് ടു ദ ഫേസ് ഓഫ് ദ വെൽഡ്. മനസ്സിലായില്ലേ? ഇറ്റ്സ് ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ റൂട്ട് ഓഫ് ദ വെൽഡ് ടു ദ ഫേസ് ഓഫ് ദ വെൽഡ്. അല്ലെ? മിനിമം ഡിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും വരിക, അല്ലേ? അപ്പോഴാണ് മിനിമം ആവുക. സോ ഇങ്ങനെ എഴുതാലോ. ഇനി നമുക്ക് രണ്ട് ലെഗ്, അല്ലെ? ഇതിനെ ഞാൻ ലെഗ് എന്നാണ് വിളിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ലെഗ് എന്നാണ് വിളിക്കുക. റൂട്ടിൽ നിന്ന് ടോയിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെ? റൂട്ടിൽ നിന്ന് ടോയിലേക്കുള്ള ഡിസ്റ്റൻസ് ലെഗ് ആണ്. ഈ ലെഗിന്റെ ലെങ്ത്തിനാണ് നമ്മൾ സൈസ് എന്ന് വിളിക്കുക, അല്ലെ? ലെഗിന്റെ ലെങ്ത്തിനാണ് സൈസ് എന്ന് വിളിക്കുക. സോ എനിക്ക് ഇവിടെ രണ്ട് ഡിഫറെന്റ് ലെങ്ത് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടുത്തെ എസും ഇവിടുത്തെ എസും ഡിഫറെന്റ് ആണെങ്കിൽ അതിന് മിനിമം വാല്യൂ ഓഫ് എസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? അവിടുത്തെ സൈസ് എന്ന് വിളിക്കുക. മനസ്സിലായില്ലേ? ഈ എസ് ഇത് S1 ഇത് S2 ആണെങ്കിൽ നമ്മൾ അതിലെ മിനിമം വാല്യൂ ആണ് നമ്മൾ എന്തെടുക്കുക? അതിലെ സൈസ് ഓഫ് ദ വെൽഡ് എന്ന് വിളിക്കുക. സോ ത്രോട്ട് തിക്നെസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ത്രോട്ട് തിക്നെസ് TT ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ റൂട്ട് ഓഫ് ദ വെൽഡ് ടു ദ ഫേസ് ഓഫ് ദ വെൽഡ്. മനസ്സിലായല്ലോ? സോ അതാണ് ഇവിടുത്തെ ത്രോട്ട് തിക്നെസ്. സോ ഈ ത്രോട്ട് തിക്നെസ് എനിക്ക് ഇത് 45 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. മനസ്സിലായില്ലേ? സോ ആംഗിൾ ഓഫ് വെൽഡ് 90 ഡിഗ്രി ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഇത് 45 ഡിഗ്രി ആയിട്ട് കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? റൂട്ട് ടു എസ് ആയിരിക്കും വരിക, അല്ലെ? ഫേസ് റൂട്ട് ടു എസ് ആയിരിക്കും. അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഇത് 1:1 റൂട്ട് 2 ആയിരിക്കും, അല്ലെ? നമുക്ക് ഐസോസെലസ് റൈറ്റ് ആംഗിൾ ഒരു ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ഇവിടെയും സെയിം സൈസ്, അല്ലെ? രണ്ട് സെയിം സൈസ് വരുമ്പോൾ 1:1 റൂട്ട് 2 ആയിരിക്കും വരിക. സോ ഇവിടെ എനിക്ക് റൂട്ട് 2 എസ് ആയിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ്, അല്ലെ? അതിന്റെ നേർ പകുതി ആയിരിക്കുമല്ലേ ഈ ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, അല്ലെ? അതിന്റെ നേർ പകുതി ആയിരിക്കും ഈ ത്രോട്ട് തിക്നെസ് വരിക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ത്രോട്ട് തിക്നെസ് TT = എങ്ങനെ എഴുതാം? റൂട്ട് 2 എസ് ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി കൂടെ? കൺസെപ്റ്റ് പിടി കിട്ടിയാ? എടാ ഇത് 45 ഡിഗ്രി, ഇതൊരു സമചതുരായിട്ടാണ് വരിക. ഞാനിത് കംപ്ലീറ്റ് ചെയ്താൽ, അല്ലെ? അതിന്റെ നേർ പകുതിയല്ല എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടാം. അപ്പൊ എനിക്ക് ഇവിടെ റൂട്ട് 2 എസ് ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി കൂടെ, അല്ലെ? റൂട്ട് 2 എസ് ഡിവൈഡ് ബൈ 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? S/√2 എന്ന് കിട്ടും, അല്ലെ? S/√2 എന്ന് കിട്ടും, റൂട്ട് 2 S/2. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റൂട്ടിന് വെച്ച് കഴിഞ്ഞാൽ 1.414, അല്ലെ? S ഡിവൈഡ് ബൈ 1.414 ചെയ്ത് നോക്ക്. S ഡിവൈഡ് ബൈ 1.414 എത്ര കിട്ടും? 0.7 സംതിങ് കിട്ടും, അല്ലെ? 0.702 അങ്ങനെ എന്തോ ആണ് കിട്ടുക. ജസ്റ്റ് ഒന്ന് നോക്ക്. ഓക്കെ, 0.7 എന്ന് എടുക്കാം, അല്ലെ? 0.7 ടൈംസ് S. സോ എനിക്ക് രണ്ട് മെയിൻ പ്ലേറ്റുകളുടെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ത്രോട്ട് തിക്നെസ് 0.7 ആണ് കിട്ടുക. മനസ്സിലായില്ലേ? ആംഗിൾ ബിറ്റ്വീൻ ദ മെയിൻ പ്ലേറ്റ്സ്, ആംഗിൾ ബിറ്റ്വീൻ ദ ആക്സസ് ഓഫ് ദ മെയിൻ പ്ലേറ്റ്സ്, ഇഫ് ഇറ്റ്സ് 90 ഡിഗ്രി ദെൻ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ഈസ് ടേക്കൺ ആസ് 0.7 ടൈംസ് സൈസ് ഓഫ് ദ വെൽഡ്. മനസ്സിലല്ലോ? അത് നിങ്ങൾക്ക് ടാബുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 78 നോക്കുക പേജ്, അല്ലെ? 78 ടേബിൾ കണ്ടോ? ആംഗിൾ ബിറ്റ്വീൻ ദ ഫ്യൂഷൻ ഫേസസ്, അല്ലെ? ഫ്യൂഷൻ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫ്യൂസ് ചെയ്യുന്ന ഫേസ്, അല്ലെ? ഈ ഫേസും അതുപോലെ ഈ ഫേസും, ഈ കാണുന്ന ഫേസ് അതുപോലെ ഈ കാണുന്ന ഫേസ്, ഇത് രണ്ടുമാണ് ഫ്യൂഷൻ ഫേസ്, അല്ലെ? ഈ ഫ്യൂഷൻ ഫേസുകൾ തമ്മിലുള്ള ആംഗിൾ, ഇത് വെൽഡ് ഫേസ് ആണ്, അല്ലെ? ഇത് വെൽഡ് ഫേസ്, ഇത് ഫ്യൂഷൻ ഫേസ്, അല്ലെ? മനസ്സിലായോ? ഫ്യൂഷൻ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് ചെയ്ത് പോകുന്ന ഫേസ്, അല്ലെ? വെൽഡഡ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാലോ വെൽഡ് ചെയ്തിട്ടുള്ള ഫേസ്. മനസ്സിലായില്ലേ? നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത്രേ കാണും. എടാ ഇതിങ്ങനെ കാണും, ഇതിങ്ങനെ കാണും, ഇതിങ്ങനെ കാണും, അല്ലെ? അതിൽ ഇത് രണ്ട് ഫ്യൂസ്ഡ് ഫേസ്, ഇത് വെൽഡഡ് ഫേസ്. ബാക്കി ഇതൊന്നും നമ്മൾ പുറമേ നിന്ന് കാണില്ല. ഓക്കെ, സോ നമുക്കിവിടെ ആംഗിൾ തന്നിട്ടുണ്ട്, അല്ലെ? അവർ പറയുന്നത് 60ക്കും 120ക്കും ഇടയിൽ മാത്രമേ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഫില്ലറ്റ് വെൽഡ് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ, അല്ലെ? അതായത് നമ്മൾ ഇങ്ങനെ രണ്ട് പ്ലേറ്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ 120 ഡിഗ്രി, അല്ലെ? അതുപോലെ 60 ഡിഗ്രി. ഈ രണ്ട് ആംഗിളിന് ഇടയിൽ വരുന്ന ആംഗിളെ നമ്മൾ ഫില്ലറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, അല്ലെ?
ഇടയിൽ വരുന്ന ആംഗിൾ പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ പ്ലേറ്റ് ഇങ്ങനെല്ലാം വെക്കാം അല്ലേ, അപ് ടു 60 അല്ലെ. ഈ ഇത്രയും രീതിയിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, 60 വരെ അല്ലെ, ഇവിടെ 60 വരെ ഇത്രയും മാത്രമേ നമ്മൾ ഫില്ലറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ബാക്കി ആംഗിൾ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ബട്ട് വെൽഡ് തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? സോ ഇങ്ങനെ വരുന്ന കേസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഫില്ലറ്റ് ചെയ്തിട്ട് സൈഡിൽ വെൽഡ് കൊടുക്കുക. അതിന്റെ കേസിൽ നമ്മൾ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ആ ടേബിളിൽ ഫസ്റ്റ് വാല്യൂ കാണാം അല്ലെ, 0.7 കാണും, ഒരു കോൺസ്റ്റന്റ് കെ അല്ലെ. ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് 60 to 90 ഡിഗ്രി ആണെങ്കിൽ അല്ലെ, ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസ് ഇവിടെ 90 ഡിഗ്രി ആണ് അല്ലെ, ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസ് 90 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കെ വാല്യൂ വെച്ച് എസിനെ മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ, എസിനെ ഒരു കെ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ത്രോട്ട് തിക്നെസ് കിട്ടി. സോ ഇതിനെ എനിക്ക് കെ എന്ന് വിളിച്ചൂടെ, ഇവിടുത്തെ കെ വാല്യൂ എത്രയാണ്, 0.7 ആണ്. ഇതുപോലെ ഡിഫറൻറ്റ് ആംഗിളിന് എനിക്കൊന്നുണ്ടാവും, ഡിഫറൻറ്റ് കെ വാല്യൂസ് ഉണ്ടാവും. സോ ഇൻ എഫക്റ്റ് എനിക്ക് ഒരു ഇക്വേഷൻ ആക്കി എഴുതിക്കൂടെ ഇതിനെ, എങ്ങനെ ഇക്വേഷൻ ആക്കി എഴുതാം, ത്രോട്ട് തിക്നെസ് ഈസ് ഈക്വൽ ടു അല്ലെ, എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് TE ഈസ് ഈക്വൽ ടു കെ ടൈംസ് സൈസ് ഓഫ് ദ വെൽഡ്. മനസ്സിലായില്ലേ, കെ ടൈംസ് സൈസ് ഓഫ് ദ വെൽഡ് കിട്ടിയിട്ടില്ലേ, where K is a constant which depends upon the angle between the fusion phases. K is a constant which depends upon the angle between the axis of the plane, അല്ലെങ്കിൽ angle between the fusion phases. ഇവിടെ 90 ഡിഗ്രി വന്നപ്പോൾ എന്ത് കിട്ടി, when angle is 90 ഡിഗ്രി അല്ലെ, ആംഗിളിനെ ആൽഫ എന്നൊക്കെ വിളിക്കാറുണ്ട്, ആ ഒരു ഫ്യൂഷൻ ആംഗിളിനെ അല്ലെ, ആംഗിൾ ആൽഫ എന്ന് വിളിക്കാറുണ്ട്. ആംഗിൾ ആൽഫ ഇസ് 90 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് കെ എത്രയാണെന്ന് കിട്ടി, 0.7 ആണെന്ന് കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ കോഡ് എന്ത് ചെയ്തു, കോഡ് 60 to 90 ഡിഗ്രി വരെ ആണെങ്കിൽ അല്ലെ, അപ്പൊ ആൽഫ 60 ഡിഗ്രി to 90 ഡിഗ്രി വരെ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കാം, ആണെങ്കിൽ നമ്മൾ കെ വാല്യൂ 0.7 ആക്കി എടുക്കാം എന്ന് കോഡ് റെക്കമെൻഡ് ചെയ്തു. മനസ്സിലായില്ലേ? ഇനി ആ ആംഗിൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ കെ വാല്യൂ മാറും അല്ലെ. 91 to 100, 101 to 106, 107 to 113, 114 to 120 കണ്ടില്ലേ, കെ വാല്യൂ കുറഞ്ഞു വരുന്ന കണ്ടില്ലേ, സംഭവം മനസ്സിലായല്ലോ. സോ ഇഫ് യു മൾട്ടിപ്ലൈ വിത്ത് ദ വെൽഡ് സൈസ് അല്ലെ, വെൽഡ് സൈസിനെ നമ്മൾ ആ കെ വാല്യൂണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ത്രോട്ട് തിക്നെസ് കിട്ടും. ത്രോട്ട് തിക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് അല്ലെ, ഈ ഡിസ്റ്റൻസ് കിട്ടും. സോ അതാണ് നമ്മൾ അവിടുത്തെ TE വാല്യൂ. സോ ഈ TE നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞെന്ന് വെച്ചോ, ത്രോട്ട് തിക്നെസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഫില്ലറ്റ് വെൽഡിന്റെ കേസിലെ ത്രോട്ട് തിക്നെസ്, ബട്ട് വെൽഡിന്റെ കേസിൽ ത്രോട്ട് തിക്നെസ് വളരെ സിമ്പിൾ ആയിരുന്നു. ഫില്ലറ്റ് വെൽഡിന്റെ കേസിലും സിമ്പിൾ തന്നെയാണ് അല്ലെ, ജസ്റ്റ് 1-2 ടേംസ് എക്സ്ട്രാ കയറി വന്നേ ഉള്ളൂ. അതും ആംഗിളിനനുസരിച്ച് ത്രോട്ട് തിക്നെസ് മാറും. അവിടെ നമുക്ക് ആംഗിൾ എന്ന് പറയാനൊന്നുമില്ല, എല്ലാം 0 ഡിഗ്രി ആംഗിൾ തന്നെയാണ്. ഇവിടെ ആണെങ്കിലോ ആംഗിൾ ക്യാൻ വേരി ഫ്രം 60 ഡിഗ്രി ടു 120 ഡിഗ്രി അല്ലെ, ആസ് പെർ ദ കോഡ്. സോ ഓരോ ആംഗിളിനും നമ്മൾ എന്ത് ചെയ്യാം, ആ റേഞ്ച് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ വാല്യൂ എടുക്കുക അല്ലെ. 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വരച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കെ വാല്യൂ. ബാക്കിയുള്ള ആംഗിളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ആ ടേബിൾ നോക്കുക അല്ലെ. ടേബിൾ 22 പേജ് 78, പേജ് 78 ടേബിൾ 22 നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കാം. അങ്ങനെ ത്രോട്ട് തിക്നെസ് അണ്ടർസ്റ്റുഡ് അല്ലേ കൺസെപ്റ്റ്, ശ്രേയ? കൺസെപ്റ്റ് ഓക്കെ അല്ലേ അല്ലേ? So once you get the throat thickness, then how will be the equation to find out the strength? സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയായിരിക്കും, ത്രോട്ട് തിക്നെസ് കിട്ടിക്കഴിഞ്ഞാൽ? സോ നമുക്കിവിടെ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് അല്ലെ, ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് വെൽഡ് PDW എന്ന് കൊടുക്കാം. നമ്മൾ ഇതിനെ ചിലപ്പോൾ PDW എന്ന് എഴുതി കാണാറുണ്ട്. മനസ്സിലായില്ലേ? PDW എന്ന് ഉദ്ദേശിക്കുന്നത് ഫില്ലറ്റിന്റെ കേസിൽ നമ്മൾ PDW എന്ന് എഴുതുന്നു അല്ലെ, മറ്റേ ബട്ടിന്റെ കേസിൽ TDW എന്ന് എഴുതുന്നു. അങ്ങനെ എഴുതാം. ഇനി TDW തന്നെ എഴുതിയാലും തെറ്റൊന്നുമില്ല. മനസ്സിലായില്ലേ? ഈ PDW എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ സ്ട്രെസ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷിയർ ആണ് വരിക അല്ലെ. നേരത്തെ നമ്മൾ ഫിഗർ വരച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ലോഡ് എങ്ങനെയാണെങ്കിലും ഇവിടുത്തെ സ്ട്രെസ് ഷിയർ ആയിരിക്കും വരിക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയായിരിക്കും ഇക്വേഷൻ പോവാ, FU/√3 ഇൻറ്റു ഗാമ MW അല്ലെ, ഗാമ MB അല്ല, ഗാമ MW അല്ലെ, ഇൻറ്റു എന്ത് വരും, നമ്മളവിടെ N/NB എന്ന് എഴുതി അല്ലെ. ഇവിടെ എങ്ങനെ എഴുതണം, LW ഇൻറ്റു TE എന്ന് എഴുതണം അല്ലെ, ഇൻറ്റു TE, TT അല്ല TE അല്ലെ. സോ ഫില്ലറ്റ് വെൽഡിന്റെ കേസിൽ TE ആണ് എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് അല്ലെ. ഇങ്ങനെ എഴുതിയാൽ പോരെ. സോ ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. സോ അത് നിങ്ങളുടെ കോഡ് ബുക്കിലുള്ള ഇക്വേഷൻ തന്നെയാണ്. ഷിയർ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ്
മാക്സിമം ലോഡ് അല്ലെങ്കിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദ ജോയിന്റ് കണ്ടുപിടിക്കുന്നു എന്നുള്ളത് അല്ലേ. സോ നമ്മൾ പാരഗ്രാഫ് വൈസ് അത് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് കോഡ് നോക്കാം അല്ലേ. സൈസ് ഓഫ് ദ വെൽഡ് അതിൽ നിങ്ങൾ ആ 10.5.2 എല്ലാം വായിച്ചു നോക്കുക. അതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. 10.5.2, 10.5.3, പിന്നെ ഒരു ടേബിൾ 21 മിനിമം സൈസ് ഓഫ് ദ ഫസ്റ്റ് റൺ ഓർ ഓഫ് എ സിംഗിൾ റൺ ഫില്ലറ്റ് വെൽഡ്. നമ്മൾ 2 പ്ലേറ്റുകൾ, രണ്ടിന് തിക്നെസ് നോക്കാം അല്ലെ. കെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടുപിടിക്കുക. ഇനി എസ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് സംശയം അല്ലെ. എസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ഓഫ് ദ വെൽഡ്. സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഡിസ്റ്റൻസ് അല്ലെ, ഈ കാണുന്ന ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കെ വാല്യൂ നമുക്ക് കിട്ടി. എസ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എസ് ഓർ സൈസ് ഓഫ് ദ വെൽഡ് അല്ലെ. ഇത് ഡിപ്പെൻസ് അപ്പോൺ ദ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും തരാറുണ്ട്. ചോദിക്കുന്ന പൊതുവെ ക്വസ്റ്റ്യൻസിൽ പ്രൊവൈഡ് ദ സൈസ് ഓഫ് ദ വെൽഡ് ആസ് 6 mm അല്ലെങ്കിൽ 2 mm അല്ലെ, അങ്ങനെ ക്വസ്റ്റ്യനിൽ തരും. അഥവാ തരാത്ത കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടേബിൾ 21 നോക്കാം അല്ലെ. ടേബിൾ 21 തിക്നെസ് ഓഫ് തിക്കർ പാർട്ട് അല്ലെ, തിക്കർ പ്ലേറ്റിന്റെ തിക്നെസ് അതിനെ നമ്മൾ ടി എന്ന് എടുക്കാം. ഇതാണ് തിക്കർ പ്ലേറ്റ് എങ്കിൽ ഇതിന്റെ തിക്നെസ് ടി എന്ന് എടുക്കാം അല്ലെ. സോ ഇത് ടി ആണെങ്കിൽ ടീന്റെ വാല്യൂ ബേസ്ഡ് ഓൺ ടി വാല്യൂ ദ സൈസ് വിൽ വേരി അല്ലേ. 3 mm to 6 mm ആണ് റേഞ്ച്. 6 mm 10 mm വരെ പോകുന്നുണ്ട്. മനസ്സിലായില്ല? ആ പേജ് നോക്കുക, ആ ടേബിൾ നോക്കുക. സോ അവിടെ നമുക്ക് അപ് ടു 10 mm ആണ് തിക്നെസ് എങ്കിൽ, അപ് ടു 10 mm ആണ് തിക്നെസ് എങ്കിൽ എസ് വാല്യൂ എത്രയായിരിക്കും? 3 mm ആയിരിക്കും അല്ലെ. സൈസ് ഓഫ് ദ വാല്യൂ 3 mm കൊടുക്കണം. അതുപോലെ 10 mm to 20 mm ആണ് പ്ലേറ്റ് തിക്നെസ് എങ്കിൽ നമുക്ക് സൈസ് എത്ര കൊടുക്കണം? 5 mm കൊടുക്കണം അല്ലെ. അതുപോലെ നമ്മൾ നോക്കുക, ആ ടേബിൾ 21 നോക്കുക, സെയിം പേജ് അല്ലെ, പേജ് 78 ടേബിൾ 21 നോക്കുക. 20 to 32 ആണെങ്കിലോ, 20 to 32 ആണ് പ്ലേറ്റ് തിക്നെസ് എങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? സൈസ് ഓഫ് ദ വെൽഡ് ഷുഡ് ബി പ്രൊവൈഡഡ് ആസ് 6 mm അല്ലെ. അങ്ങനെ നമ്മൾ പോകണം. അതിൽ ഫസ്റ്റ് റൺ സെക്കൻഡ് റൺ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം ഒരു റൗണ്ട് ഒരു ലെങ്ത് ഫുൾ എന്ത് ചെയ്യും? വെൽഡ് ചെയ്യും. പിന്നെ അതിന്റെ മുകളിൽ തന്നെ സെക്കൻഡ് റണ്ണ് നമ്മൾ പെയിന്റ് എല്ലാം സെക്കൻഡ് കോട്ടിങ് അടിക്കുന്ന പോലെ അല്ലെ, സെക്കൻഡ് റണ്ണ് കൊടുക്കും. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ആ വെൽഡ് ലെങ്ത് ഒന്നുകൂടെ ഒന്ന് ആ വെൽഡ് സൈസ് ഒന്നുകൂടെ ഒന്ന് കൂടും അല്ലെ. സോ നമ്മളിവിടെ ഫസ്റ്റ് റണ്ണിന്റെ കേസിലുള്ള സൈസാണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ അത് എടുത്താൽ മതി അല്ലെ. ക്വസ്റ്റനിൽ സൈസ് ഒന്നും തന്നില്ലെങ്കിൽ നിങ്ങൾ അസ്യൂം ദ സൈസ് ടു ബി 5 mm സിൻസ് ദ തിക്നെസ് ഓഫ് ദ തിക്കസ്റ്റ് പ്ലേറ്റ് ഈസ് ടി. സോ നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം തിക്നെസ് ഓഫ് ദ തിന്നസ്റ്റ് പ്ലേറ്റ്, തിക്നെസ് ഓഫ് ദ തിന്നസ്റ്റ് പ്ലേറ്റ് എന്നായിരുന്നു അല്ലെ. സോ ഇവിടെ ആണെങ്കിലോ, ഇവിടെ തിക്നെസ് ഓഫ് ദ തിക്കസ്റ്റ് പ്ലേറ്റ് ആണ് അല്ലെ. ഇവിടെ മാത്രമാണ് ഈ തിക്നെസ് ഓഫ് ദ തിക്കസ്റ്റ് പ്ലേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. ബാക്കി എല്ലായിടത്തും പ്ലേറ്റ് തിക്നെസ്സിലെ തിന്നസ്റ്റ് വൺ ആണ് നമ്മൾ എടുക്കുക അല്ലെ. ബോൾട്ടിന്റെ കേസിലെല്ലാം തിന്നസ്റ്റ് വൺ ആണ് എടുത്തത്. ഇതിന്റെ കേസിലോ തിക്നെസ് ഓഫ് ദ തിക്കസ്റ്റ് പ്ലേറ്റ് ആണ്. അത് മാറിപ്പോയത്. ആ ടേബിൾ അതൊന്ന് സ്ട്രെസ് ചെയ്യാം. മനസ്സിലായില്ലേ? ഓക്കെ, ഐ ഹോപ്പ് ദ കൺസെപ്റ്റ് ഈസ് ക്ലിയർ അല്ലെ. നമ്മൾ സൈസ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ് ഈ പറഞ്ഞ ടേബിൾ 21 അല്ലെ. സൈസും പിന്നെ കെ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ് തൊട്ട് മുമ്പ് കൊടുത്ത ടേബിൾ 22 അല്ലെ. സോ ടേബിൾ 22 21 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കെ വാല്യൂം എസ് വാല്യൂം കിട്ടും. കെയും എസും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മുടെ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ടി ഇ കിട്ടും അല്ലെ. ആ ടി ഇ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ LW വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ടേം കിട്ടും. അതിനെ നമ്മൾ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഗാമ MW ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി അല്ലെ. ഇതാണ് നമ്മൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക്. ഷിയർ എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? സോ ഇവിടെ നമുക്ക് ഈ ഒരു റീജിയനിൽ ഷിയർ ആണ് ആക്ട് ചെയ്യുന്ന സ്ട്രെസ് അല്ലെ. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി അതിൽ തന്നെ നമ്മൾ ബട്ട് വെൽഡ് പഠിച്ചപ്പോൾ നമുക്കതിൽ നമ്മൾ വേരിയേഷൻ കൂടുതലുണ്ടെങ്കിൽ അല്ലെ, നമുക്കിവിടെ ബട്ട് വെൽഡിന്റെ കേസിൽ, ഫില്ലറ്റ് വെൽഡ് അല്ല ബട്ടിന്റെ കേസിൽ നമ്മൾ ഓക്കെ തിയറി നമ്മൾ അത്ര ഡീപ്പായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിവേ അത് കൂടുതൽ തന്നിട്ടുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള 2 ഇൻഡിവിജ്വൽ തിക്നെസ് അല്ലെ, 2 ഡിഫറെന്റ് തിക്നെസ് ആണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ നിങ്ങൾ നോക്കണം. if T2 is equal to T1 plus 3 mm, അതൊരു കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ T1 plus 3 mm ആണ്. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1.25 times T1 അല്ലെ. 1. ഇങ്ങനെയുള്ള 2 കണ്ടീഷൻസ്. സോ ഇതാണ് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ ആസ് ഇറ്റ് ഈസ് നമ്മൾ വെൽഡ് ചെയ്യാം
അല്ലെ, ഇതുപോലെ തന്നെ വെൽഡ് ചെയ്ത് കൊടുക്കാം. ഈ കണ്ടീഷനിൽ കൂടുതലാണ് പോകുന്നതെങ്കിലോ, T2 എന്ന് പറഞ്ഞാൽ ഇഫ് T2 ഇസ് ഗ്രേറ്റർ ദാൻ T1 പ്ലസ് 3 മില്ലിമീറ്റർ അല്ലെ. T2 ഇപ്പൊ T2 ഒരു 5 മില്ലിമീറ്റർ ആണ്, T1 ഒരു 2 മില്ലിമീറ്റർ ആണെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എന്ത് സംഭവിച്ചു, 2, 3, 5 കിട്ടി അല്ലെ. സോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വെൽഡ് ചെയ്താൽ മതി. ഇനി നേരെ മറിച്ച് T2 ഒരു 6 മില്ലിമീറ്ററും T1 2 മില്ലിമീറ്റർ ആണെങ്കിലോ 2, 3, 5 വരും, 5നേക്കാൾ എക്സീഡ് ചെയ്തു അല്ലെ. അപ്പൊ ഇത് 6ഉം ഇത് 2ഉം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇതേപോലെ വെൽഡ് ചെയ്യാൻ പറ്റില്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യാം അല്ലെ, ഇങ്ങനെ ചെയ്തിട്ട് വെൽഡ് ചെയ്യാം അല്ലെ. സോ ഇതാണ് ആ ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ. സോ ഇത്ര വരെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ രീതിയിൽ ഒന്ന് തിന്നാക്കിയിട്ട് അവിടെ വെൽഡ് ചെയ്യാം. അത് ബട്ട് വെൽഡിന്റെ കേസിൽ മനസ്സിലായില്ല. ബട്ട് വെൽഡിന്റെ കേസിൽ അങ്ങനെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, അത് 816 പറയുന്നതാണ്. ഓക്കെ അല്ലേ. സോ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻറ്റ് തിക്നെസ് ഒന്നും ക്വസ്റ്റനിൽ പ്രോബ്ലത്തിൽ ചോദിക്കില്ല, അഥവാ തിയറി ചോദിക്കുവാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. സോ ഇവിടെ നിങ്ങൾ സൈസ് ഓഫ് ദ വെൽഡിന്റെ ടേബിൾ നോക്കുക, അതുപോലെ കെ വാല്യൂയുടെ ടേബിൾ നോക്കുക. ടേബിൾ 21 ആൻഡ് ടേബിൾ 22 ബോത്ത് ആർ ഇൻ പേജ് 78. ഓക്കെ അല്ലേ. സോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതായി. പിന്നെ നമുക്ക് ഇന്റർമിറ്റന്റ് വെൽഡ്, അതുപോലെ പ്ലഗ് വെൽഡ്, സ്ലോട്ട് വെൽഡ്, ഇതെല്ലാം ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒരു തവണ 2 തവണയൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് യൂണിവേഴ്സിറ്റിക്ക്. അത് നമുക്ക് ഇതിന്റെ 1-2 പ്രോബ്ലം ചെയ്തിട്ട് പറയാം, അതല്ലേ നല്ലത്. സോ നിങ്ങൾ ജസ്റ്റ് പ്രോബ്ലം എഴുതിയെടുത്തോ, നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലായിട്ടും കംപ്ലീറ്റ് ചെയ്യാം. Two plates of 16 mm and 14 mm thickness. 2 plates of 16 mm and 14 mm thickness are to be joined. 2 plates of 16 mm and 14 mm thickness are to be joined with a groove weld, with a GROOVE groove. അല്ലെ, ബട്ട് വെൽഡ് തന്നെയാണ് ഗ്രൂവ് വെൽഡും. വിത്ത് എ ഗ്രൂവ് വെൽഡ്, GROOVE groove weld. 2 plates of 16 mm and 14 mm thickness are to be joined with a groove weld. So the joint is subjected to a factored tensile force of 430 kilonewton. The joint is subjected to a factored shear force of factored tensile force. Okay, factored tensile force of 430 kilonewton. The effective length provided was 175 millimeter only. The effective length provided was, effective length എന്ന് വെച്ച് കഴിഞ്ഞാൽ LW 175 mm അല്ലേ. ഇതാണ് നമ്മൾ കൊടുത്ത എഫക്റ്റീവ് ലെങ്ത്. എന്നിട്ടെന്ത് ചോദിക്കുന്നത്, ചെക്ക് ദ സേഫ്റ്റി ഓഫ് ദ കണക്ഷൻ. ചെക്ക് ദ സേഫ്റ്റി ഓഫ് ദ കണക്ഷൻ. എഫക്റ്റീവ് ലെങ്ത് കൊടുത്തത് ഇത്രയുമാണ്, ചെക്ക് ദ സേഫ്റ്റി ഓഫ് ദ കണക്ഷൻ. അതിൽ AB ഉണ്ട്. എയിൽ പറയുന്നത് സിംഗിൾ വി ഗ്രൂവ്. സിംഗിൾ വി ഗ്രൂവ് ഈസ് യൂസ്ഡ്. ബിയിലോ ഡബിൾ വി ഗ്രൂവ് ഈസ് യൂസ്ഡ്. ഓക്കെ അല്ലേ. സിംഗിൾ വി ഗ്രൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതാണ് സിംഗിൾ വി ഗ്രൂവ് അല്ലേ. ഡബിൾ വി ഗ്രൂവോ, ഇതാണ് ഡബിൾ വി ഗ്രൂവ് അല്ലേ. ഇവിടെ ഒരു വി ഉണ്ട്, ഇവിടെ ഒരു വി ഉണ്ട് അല്ലേ. ഇവിടെ ആണെങ്കിലോ ഇവിടെ ഒരു വി മാത്രമേ ഉള്ളൂ. സോ അതാണ് സിംഗിൾ വിയും ഡബിൾ വിയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. രണ്ട് കണ്ടീഷനിലും ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്, ഒരു ബട്ട് വെൽഡ് ആണ് അല്ലേ. ബട്ട് വെൽഡ് തന്നെയാണ്. LW തന്നിട്ടുണ്ട്, ഫാക്ടർഡ് ടെൻസൈൽ ഫോഴ്സും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. സോ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് സെക്ഷൻ സഫിഷ്യൻ്റ്ലി സ്ട്രോങ് ആണോ എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതിയാലോ. ഒന്നിൽ നമ്മൾ പാർഷ്യൽ പെനിട്രേഷൻ, മറ്റേത് ഫുൾ പെനിട്രേഷൻ അല്ലേ. ഇവിടെയാണ് പാർഷ്യൽ പെനിട്രേഷൻ വരിക, ഇവിടെ ഫുൾ പെനിട്രേഷൻ വരിക അല്ലേ. സോ ഫുൾ പെനിട്രേഷന്റെ കേസിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് എന്താണ് വരിക, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാനൊന്ന് റൂട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അല്ലേ. ഇവിടെ നമ്മൾ പാർഷ്യൽ പെനിട്രേഷന്റെ കേസിൽ എങ്ങനെയാണ് വരിക, 7/8 T ആണ് വരിക, TE അല്ലേ. ഇവിടെ ആണെങ്കിലോ TE = T തന്നെയാണ് വരിക, ത്രോട്ട് തിക്നെസ് തന്നെയാണ് വരിക.
ഈസ് ദ തിക്നെസ് ഓഫ് ദ ഇൻഡിവിജ്വൽ പ്ലേറ്റ് അല്ലെ, ഇൻഡിവിജ്വൽ പ്ലേറ്റിന്റെ തിക്നെസ്. സോ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ടി വാല്യൂ എത്ര എടുക്കാം, ടി വാല്യൂ ഇസ് 16 mm 40 mm അല്ലെ, 16 mm and 40 mm തിക്നെസ് ഓഫ് ദ തിന്നസ്റ്റ് പ്ലേറ്റ് അല്ലെ. 16 മിനിമം 16 mm ഇങ്ങനെ തന്നെ എഴുതി നോക്കാം, അല്ലെങ്കിൽ ഡൗട്ട് വരും അല്ലെ. ഈസിക്കൽ ടു 14 mm. ഇവിടെ നമ്മൾ ഡിസൈൻ പ്രോബ്ലം ആണെങ്കിൽ 7/8 എടുക്കാം, അനാലിസിസ് പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ സ്ട്രെസ് അനാലിസിസ് ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ 5/8 എടുക്കാം. ഇവിടെ നമുക്ക് സ്ട്രെസ് അനാലിസിസ് ചെയ്യുന്ന പ്രോബ്ലം ആണ്, അതുകൊണ്ട് നമ്മൾ 5/8 എടുത്തു അല്ലേ. സോ നമ്മൾ 816 അങ്ങനെയാണ് പറയുന്നത് അല്ലെ. നമ്മൾ ഡിസൈൻ ചെയ്യാനല്ല ചോദിച്ചിട്ടുള്ളത്, ഇവിടെ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചതിന്റെ സ്ട്രെസ് കറക്റ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത് അല്ലെ. കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ അത് എടുക്കാം, 5/8 എടുക്കാം, അതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ് അല്ലെ. കുറച്ചുകൂടെ അല്ല, അതാണ് കറക്റ്റ് അല്ലെ, കാരണം നമ്മൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പോകുന്നത്, ഡിസൈൻ ചെയ്ത് വെച്ചതാണ് അല്ലെ. LW തന്നിട്ടുണ്ട്. സോ 5/8 എടുക്കാം. TE where T is 14 mm അല്ലെ. അപ്പൊ നമുക്ക് TE കിട്ടി, LW കിട്ടി അല്ലെ. LW അറിയാം, TE അറിയാം. സോ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. അപ്പൊ എന്ത് കിട്ടും, FI ഇൻറ്റു അല്ലെ, ഡയറക്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. അതാണ് നമുക്ക് അവിടുത്തെ ലോഡ്, മാക്സിമം ലോഡ് അല്ലെ. അതൊന്ന് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇവിടെ 430 എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ലോഡാണ് അല്ലേ. ഈ കിട്ടുന്ന ലോഡ് എന്താണ്, ഇതിനെടുക്കാൻ പറ്റുന്ന ലോഡാണ്. സോ എടുക്കാൻ പറ്റുന്ന ലോഡ് എന്തായിരിക്കണം, ഇതിനേക്കാൾ കൂടുതലായിരിക്കണം അല്ലേ. ഇതിനേക്കാൾ കൂടുതലാണ് ഇവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സെക്ഷൻ റീഡിസൈൻ ചെയ്യേണ്ടി വരും അല്ലേ. കൺസെപ്റ്റ് ഒക്കെ അല്ലേ. ഓക്കെ, ഇവിടെ ഡിവൈഡഡ് ബൈ ഗാമ MW അല്ലെ. ഗാമ MW കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത് അല്ലെ. ഗാമ MW നിങ്ങൾ 1.25 തന്നെ എടുത്താൽ മതി. എന്നിട്ട് എന്ത് എഴുതാം, 1.25 എന്ന് എടുക്കുക, ഷോപ്പ് വെൽഡ് കണ്ടീഷൻ അസ്യൂം ചെയ്യാം അല്ലെ. ഇനി ഫീൽഡ് വെൽ ആണെങ്കിൽ 1.5 വെച്ചിട്ട് അതിന്റെ താഴെ എഴുതി ചേർക്കുക അല്ലെ. ഈ സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. FI ഇൻറ്റു LW T, LW ഇത് തന്നെ എടുക്കുക അല്ലെ. TE നമ്മളിവിടെ കിട്ടുന്ന വാല്യൂസ്, A കണ്ടീഷൻ വരുമ്പോൾ ഈ വാല്യൂ എടുക്കുക, B കണ്ടീഷൻ വരുമ്പോൾ ഈ വാല്യൂ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഈ കിട്ടുന്ന ലോഡാണ് ഇതിനെടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡ് അല്ലെ. ഇതിനെടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡ് ഇതിനേക്കാൾ കൂടുതലായിരിക്കണം. കുറവാണെങ്കിൽ നമ്മൾ റീഡിസൈൻ ചെയ്യാം അല്ലെ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ LW മാറ്റാം അല്ലെ. ഈ LW സഫീഷ്യന്റ് ആണോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ സഫീഷ്യന്റ് അല്ലെങ്കിൽ എത്ര LW കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ബാക്ക് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാം, ആ LW കൊടുക്കണം എന്നവിടെ എഴുതി വെക്കാം, എന്നിട്ട് ഒരു ഫിഗറും വരക്കാം. ഓക്കെ അല്ലേ. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റും. ഫൈനൽ ആൻസർ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് നോട്ട് ഷെയർ ചെയ്ത് തരാം അതല്ലേ. നമുക്ക് അവിടുത്തെ സ്ട്രെങ്ത് ഓഫ് വെൽഡ് കിട്ടുന്നത് 306.25 kN ഇൻ ദ കേസ് ഓഫ് പാർഷ്യൽ പെനിട്രേഷൻ അതല്ലേ. ഫുൾ പെനിട്രേഷൻ ആണെങ്കിൽ 245.7 സോറി 245.7 അല്ല, 490 kN അല്ലേ. 306 kN 490 kN 306 kN ആൻഡ് 490 kN. ഇത് എയിൽ കിട്ടും, ഇത് ബിയിൽ കിട്ടും അതല്ലേ. ഇത്രയാണ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അല്ലേ. സോ ഇതിന്റെ കേസിൽ നമുക്കൊന്ന് കിട്ടും, പാർഷ്യൽ പെനിട്രേഷൻ വർക്ക് ആവില്ല അല്ലെ, ഫെയിൽ ആവും. ഇവിടെ 430 വരുന്നുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റുന്ന 360 വരും, അപ്പൊ അത് ഫെയിൽ ആവും. ഫുള്ളി പെനിട്രേറ്റഡ് ആണെങ്കിലോ 490 വരുന്നുണ്ട്, 430 ഇവിടെ വരുന്നുള്ളൂ അല്ലെ. 490 വരെ എടുക്കാൻ പറ്റും. അപ്പം ഫുള്ളി പെനിട്രേഷൻ ഓക്കെ ആണ്. ഇതാണെങ്കിലോ ഇത് നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ടി വരും അല്ലെ. പാർഷ്യൽ പെനിട്രേഷൻ ആണെങ്കിൽ ലെങ്ത് കൂടുതൽ കൊടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, റീഡിസൈൻ ചെയ്യേണ്ടി വരും. ഐ ഹോപ്പ് ദ കൺസെപ്റ്റ് ഈസ് ഓക്കെ അല്ലെ. ഒന്ന് ചെയ്തിട്ട് കണ്ടുപിടിച്ച് നോക്കാം. ഷഫ്ന ഓക്കെ അല്ലേ. യെസ്, ആദർശ് ആബ്സെന്റ്. സർണ ആബ്സെന്റ്. ഫാത്തിമ സർണ ആബ്സെന്റ്. യെസ്, സിജിൻ പ്രസന്റ്. യെസ്, ഓക്കെ.
Okay, so we will discuss the remaining section during the next class.